പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഇന്ത്യയിലെ പ്രഭാതത്തിനും അവിടുത്തെ രാത്രിക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ശേഷാലി മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അനീസ് പാഷർ, മറ്റനുഗ്രഹീതരായ ദൈവമക്കള്, ഈ ശുശ്രൂഷയിൽ എന്നെ പരിചയപ്പെടുത്തിയ സിസ്റ്റർ ജോയ്സി, അതുപോലെ മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ ദൈവകുഞ്ഞുങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷം എനിക്കുണ്ട്. കർത്താവിന്റെ അഭിഷക്തൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ചില വർഷങ്ങളായി ഇങ്ങനെ കൂട്ടായ്മ ആചരിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ഈ പ്രവർത്തനത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ, ഇടവിൽ നിൽപ്പാൻ ദൈവം നിങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ദൈവൻപാകെ നമ്മെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എന്നെ പരിചയമില്ലാത്ത പ്രിയപ്പെട്ടവര് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകാം, എന്നെ കാണുന്നുണ്ടാകാം. നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മയിൽ വലിയ ദൈവസാന്നിധ്യം ഇന്ന് വെളിപ്പെടുമാറാകട്ടെ. കരവന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്റെ പേര് കുഞ്ഞുമൊയ്തീൻ. ഞാൻ മലബാറിലാണ് ജനിച്ചു വളർന്നത്. ഒരു 16-17 വയസ്സ് വരെ ഞാൻ ലോകപ്രകാരം, ലോകത്തിലെ ജനിച്ചു വളർന്ന മതപ്രകാരം ജീവിച്ച യാത്ര ചെയ്തൊരു മനുഷ്യനാണ്. വളരെ ചെറുപ്രായത്തിലെ സൺഡേ സ്കൂളിൽ പഠിച്ച, തിരുവെഴുത്ത് പഠിച്ച, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട അനുഗ്രഹീതരായ ദൈവം ഇന്ന് രാത്രി ആയിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസാനന്തരം ഞാൻ മതപാഠശാലയിൽ കടന്നു പോകാനുണ്ടായത്. അത് ചെറുപ്രായത്തിൽ മതം പഠിക്കും, അതിന് ഞങ്ങൾ മദ്രസ എന്ന് പറയും. മദ്രസയ്ക്ക് ശേഷം ഒരു പുരോഹിതനാവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞങ്ങളെ വീട്ടിൽ 8 മക്കളായതുകൊണ്ട് ഏറ്റവും ഇളയവാനായി എന്നെ പള്ളി ദറസ് എന്ന ഞങ്ങളെ മലബാർ ഭാഷയിൽ പറയുന്നിടത്ത് ഓതി പഠിക്കാനായിട്ട് അയച്ചു. ആ പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഒരു 4ാം വർഷ വിദ്യാർത്ഥി ആയിരിക്കുന്ന എനിക്ക് തേജസ് ഉള്ള കർത്താവിന്റെ സന്ദേശം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വലിയ രക്ഷ, വിലയേറിയ രക്ഷ കർത്താവ് ദാനമായി തന്നു ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ പുറകിലെ ഇപ്പൊ കർദാസൻ പറഞ്ഞല്ലോ, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന പല ഗ്രൂപ്പുകളുണ്ട്. അനേക ആളുകളെ സന്ദർശിക്കട്ടെ, അനേക സമുദായത്തോട് ദൈവം ഇടപെടട്ടെ, അനേക വ്യക്തികളെ ദൈവം തൊടട്ടെ എന്ന് പറഞ്ഞ് വർഷങ്ങളായി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന പ്രയർ ഗ്രൂപ്പുകളുടെ ശക്തമായ ഇടപെടലുകളാണ് അവിടെ ഇവിടെയൊക്കെ ആളുകൾ രക്ഷിക്കപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്ന പക്ഷം കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്രായത്തിൽ ലോകത്തിലേക്ക് ഓടിപ്പോകുന്നതിന് മുമ്പ്, ഞാൻ പാപിയായിരുന്നു, പാപിയല്ലാതെ ആരും ഭൂമിയിൽ ഇല്ലല്ലോ, പാപിയായ മനുഷ്യനാണ് എന്ന് പത്രോസ് സമ്മതിക്കുന്നുണ്ടല്ലോ. മനുഷ്യൻ ജന്മന പാപികളാണ്. സ്തോത്ര. പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തുവിലാണ്. ഇത് നമുക്ക് എല്ലാവർക്കും സുപരിതമായ കാര്യങ്ങളാണല്ലോ. അങ്ങനെ 4ാം വർഷ വിദ്യാർത്ഥിയായി നടക്കാൻ ഇറങ്ങിയ എനിക്ക് ഹല്ലേലൂയ, തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ലഘുലേഖയിലൂടെ വിശുദ്ധ തിരുവെഴുത്തുമായിട്ടൊരു ബന്ധമുണ്ടാകുകയാണ്. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും, തന്നെ അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഒത്തിരി വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്. പിന്നെയും പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് ദൈവം ഇടയാക്കിയതാണ്. കരങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ അങ്ങനെ ഇടയാക്കുവാൻ വഴിയൊരുക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സാധാരണഗതിയില് സിലബസുകൾ പഠിക്കുമ്പോൾ 4 to 6 വരെ ബുദ്ധി അത്ര അഫലമായിരിക്കുന്ന സമയമെന്ന് മതപണ്ഡിതന്മാർ മനസ്സിലാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ അതിനെ അക്കിൽ എന്ന് പറയും. അക്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക്, വിശുദ്ധത്തിന് അറബിക്ക് വേർഡാണ് അക്കില്. ആ സമയം സൈലന്റ് ആകുന്ന നേരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 4 മണിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം 6 വരെ പുറത്തിറങ്ങി നടക്കാൻ ബുധനാഴ്ചകളിൽ അനുവാദമുണ്ട്. അങ്ങനെ ഒരു ബുധനാഴ്ച ഈ കർത്താവിന്റെ വചനം എന്റെ കയ്യിലെത്തുകയായി തീർന്നു. ഞാനും 3 പേരും കൂടി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു ലഘുലേഖ ഒരു അഭിഷക്തൻ മുഖാന്തരം, ഞാൻ മുൻപ് സാക്ഷി പറഞ്ഞല്ലോ,
അദ്ദേഹമായിട്ട് എനിക്ക് ഇന്ന് വരെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഹല്ലേലൂയ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ അഡ്രസ്സ് ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 27 വർഷമായി ആ മനുഷ്യൻ ഇന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴുണ്ടെങ്കിൽ 80 വയസ്സ് പ്രായം കാണും. അന്ന് 50ന്റെ മീതെ പ്രായം അദ്ദേഹം തോന്നിക്കുന്നുണ്ട്. അദ്ദേഹം ഇത് വായിക്കണേ എന്ന് പറഞ്ഞിട്ട് സൈക്കിള് വിട്ടങ്ങ് പോവുകയായിരുന്നു. അത് ഊഷരഭൂമി ആയതുകൊണ്ടാകാം, മരുഭൂമി ആയതുകൊണ്ടാകാം, ഇവിടെ നിന്നും ആരും രക്ഷിക്കപ്പെടുകയെല്ലാം ചിന്തിച്ചത് കൊണ്ടാകാം, അല്ലെങ്കിൽ എന്തോ അദ്ദേഹം പെട്ടെന്ന് അങ്ങ് പോയി. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്ന് ബൈബിൾ പറയുന്ന പോലെ ഞാൻ ഇന്നും ചിന്തിക്കുകയാണ്. അങ്ങനെ ആ ഒരൊറ്റ കൊച്ചു ബുക്ക്ലെറ്റാണ് എന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയത്. ആളാമ്പ്രതി വേല ചെയ്യുന്നതിന് ഫലമുണ്ട് കേട്ടോ, ട്രാക്ട് കൊടുക്കുന്നതിന് ഫലമുണ്ട് കേട്ടോ, വ്യക്തിപരമായി നിങ്ങൾ ഒരാളെ സന്തോഷിക്കുന്നതിന് ഫലമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്, രക്ഷക്കായി കാംക്ഷിക്കുന്നതാക്കുന്ന ദൈവമാണ്. അവരെ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അതാണ് എന്റെ ആരംഭ അനുഭവം. ഒറ്റ ക്രൈസ്തവരില്ലാത്ത ഒരൊറ്റ ഒരു പള്ളി പോലും ഇല്ലാത്ത മുഹമ്മദീയരെ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയില് ആ ഒരു ഉൾപ്രദേശത്ത് കടന്നു വന്ന് ഇങ്ങനെ ലഘുലയ കൊടുത്ത മനുഷ്യനായി സ്തോത്രം. എന്റെ 3 സുഹൃത്തുക്കളും കയ്യിൽ കിട്ടിയ ലഘുലയ പിടിച്ച് ഞെരടി ഇങ്ങനെ താഴോട്ടിട്ട് ഒരു ചവിട്ടാതെ അവരുടെ രീതിയാണ്. എന്നാൽ ഞാൻ എന്റെ ലഘുലേഖന്റെ പോക്കറ്റിലിട്ടു. ഹല്ലേലൂയ. അത് എന്റെ ജീവിതത്തില് വഴിത്തിരിവായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ കണ്ടാൽ, കാണേണ്ട രീതിയിൽ കണ്ടാൽ വഴിമാറും. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിദ്വാൻമാര് കടന്നു വന്നിട്ട് മൂരും പൊന്നും കുന്തിരിക്കും ഒക്കെ സമർപ്പിച്ചിട്ട് അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, അവർ വേറെ വഴിയായി പോയി. ഹല്ലേലൂയ. അവർക്ക് അരുളപ്പാട് ലഭിച്ചു, അവർ വേറെ വഴിയായി പോയി എന്ന് വായിക്കുന്നു. യേശുവിനെ കാണുന്നവൻ കാണേണ്ട രീതിയിൽ നമ്മൾ യേശുവിനെ കണ്ടാൽ നമ്മുടെ വഴികളെല്ലാം തമ്പുരാൻ മാറ്റും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അന്ന് രാത്രിയില് വിളക്കെല്ലാം അണച്ചു വെച്ചിട്ട്, കാരണം 10 മണി കഴിഞ്ഞാൽ എന്തെങ്കിലും വായിക്കണമെങ്കിൽ ലൈറ്റ് സ്വന്തമായിട്ട് മെഴുകുതിരി കത്തിക്കണമെന്ന് നിയമമുണ്ട്. കറണ്ട് ബില്ല് ഭയങ്കര ശക്തമായി പോകുന്നത് കൊണ്ടാണത്. ആ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ഞാൻ ഈ കൊച്ചു പുസ്തകം വായിച്ച ആ തമ്പിയുടെ ഹൃദയത്തിൽ നിന്ന് പിശാച് ഓടിപ്പോകുന്ന, ദുഷ്ടജീവികൾ ഓടിപ്പോകുന്ന ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിന്റെ അവസാന പേജിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറബി, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകളിൽ ഞങ്ങൾ ബൈബിൾ അയക്കാമെന്ന്. അതാണ് എന്റെ ചിന്ത അടക്കിയത്. അന്ന് എനിക്ക് ഒരു കാര്യവും ബൈബിളിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ അതിനൊരു കത്തിട്ടു, അറബി ഭാഷയിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എനിക്ക് ലഭ്യമാകണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവര്, ആ കത്ത് മുഖാന്തരം പോസ്റ്റലിൽ എനിക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ 66 പുസ്തകം നമുക്ക് ലഭ്യമാണ്. എന്നാൽ എനിക്ക് യോഹന്നാന്റെ സുവിശേഷം മാത്രം അറബിക് പ്രിന്റ് ലഭിച്ചു. ഫുൾ ബൈബിൾ ഇന്ന് അറബിക് പ്രിന്റ് ലഭ്യമാണ്, എന്റെ കയ്യിലുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം ഗോസ്പൽ ജോൺ ആണ് എനിക്ക് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ യേശുവിനെ അറിയാനിടയായി തീർന്നത്. 1-2 അധ്യായം വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. 3-ാം അധ്യായത്തില് യേശുക്രിസ്തു നിക്കോദിമോസുമായുള്ള സംഭാഷണം എന്നെ വളരെ സ്വാധീനിച്ചു. നമ്മുടെ കർത്താവ് സ്വാധീനിക്കുന്നവനാണ്. ഇന്നും സുവിശേഷം ആളുകളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്ത് ഇതുപോലെ സ്വാധീനിച്ചൊരു സന്ദേശമില്ല യേശുവിന്റെ സുവിശേഷമല്ലാതെ. സ്വതന്ത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. തകർന്നവനെ സ്വാധീനിക്കുന്നു, അതെ, മടുത്തവനെ സ്വാധീനിക്കുന്നു, ആത്മഹത്യക്ക് ഇരിക്കുന്നവനെ സ്വാധീനിക്കുന്നു. യേശു ക്രിസ്തു ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ജീവിതത്തിൽ അവിടുത്തെ ശിഷ്യന്മാരെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കയിൽ ആ പ്രാർത്ഥനയാൽ സ്വാധീനിക്കപ്പെട്ടിട്ട് ശിഷ്യന്മാരിങ്ങനെ പറഞ്ഞു, സെല്ലു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, പ്രാർത്ഥന പഠിപ്പിക്കണം. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് യേശുവിന്റെ പ്രാർത്ഥന കണ്ടിട്ട് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടു. ഓർക്കുക, ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ വിശ്വാസം സ്വാധീനിക്കപ്പെടാൻ ശക്തിയുള്ള ഒന്നാണ്. ഈ യേശുവിന്റെ സുവിശേഷം എന്നെ സ്വാധീനിച്ചു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനിക്കുക എന്നുള്ള ആശയം ഞാൻ അന്ന് പഠിച്ചു. ഹല്ലേലൂയ. ഓർക്കണമേ, അന നൂറുൽ ആലം. യേശു പറഞ്ഞു, ഞാൻ. നൂർ എന്ന് പറഞ്ഞ വെളിച്ചം, പ്രകാശം. ആലം ലോകത്തിന്റെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകത്തിൽ ആർക്കും പകരം വെക്കാൻ പറ്റാത്ത, ലോകത്ത് നിഷേധിക്കാൻ പറ്റാത്ത, പ്രതിവാദമില്ലാത്ത 7 അവകാശവാദങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് അനനൂറുൽ ആലം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഓർക്കണം, ഈ ഇരുട്ട് മൂടി ലൈറ്റ് ഇടാൻ സ്വാതന്ത്ര്യമില്ല, സൂര്യന്റെ പ്രകാശമില്ല, രാത്രിയാണ്. മെഴുകുതിരിയുടെ വെട്ടത്തില് ലോകത്തിന്റെ വെളിച്ചമായവനെ ഞാൻ അന്വേഷിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ
എന്ന് പറഞ്ഞവൻ എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരടിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതൊരു തുടക്കം മാത്രമാണ്. പിന്നീടുള്ള തിരുവെഴുത്തുകൾ വായന രക്ഷാനിർണയത്തിലേക്ക് ഏകദേശം എന്നെ നയിപ്പാനിടയായി തീർന്നു. തുടർന്ന് ഒത്തിരി വായിക്കാൻ അവസരം ഉണ്ടായില്ല. 24-25 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തിരുവെഴുത്തിന്റെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടു. അതെ, എന്റെ പുസ്തകത്തിനകത്ത് വെച്ചിട്ട് തിരുവെഴുത്ത് സ്വകാര്യത്തിൽ ഞാൻ വായിക്കും. ഇത് അറബിക്കായ പെട്ടെന്ന് ഞാൻ പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ അറബി ആയതുകൊണ്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാകത്തില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ആ തിരുവെഴുത്ത് എന്റെ സ്തോത്രം കയ്യിൽ നിന്ന് പിടിക്കപ്പെടുകയും ഞാൻ ചാപ്പൽ സർവീസ് പോലെ അവിടുത്തെ സ്തോത്രം ധ്യാന സമയങ്ങളിൽ ശക്തമായി വിശദീകരിക്കുകയും ഈ തിരുവെഴുത്ത് വായിച്ചാൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടായിരിക്കെ താങ്കൾ എന്തിനത് വായിക്കണമെന്ന് ശക്തമായ ആരോപണം വരികയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പുരോഹിതന്മാർക്കും അധ്യാപകന്മാർക്കും പ്രിൻസിപ്പൽ ഉൾപ്പെടെ അവർ സ്മോക്ക് ചെയ്യുന്നവരാണ്. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുത്തിട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് ഒരൊറ്റ ആ പുസ്തകം കത്തിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇത് വായിക്കേണ്ട, ഈ വീട്ടിൽ പോയിട്ട് പേരൻസിനെ കൂട്ടിയിട്ട് വന്നിട്ട് അടുത്ത ഇയറിന് പഠിക്കുന്ന കാര്യം ചിന്തിച്ചാൽ മതി എന്ന് പറയും. 4 വർഷത്തെ വിദ്യാഭ്യാസം അറബിക് സ്റ്റഡി അവിടെ അവസാനിപ്പിച്ചു. 5 കൊല്ലം കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങാമായിരുന്നു. എന്റെ ബാച്ചിലുള്ള പല രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ പുരോഹിതന്മാരായിട്ടുണ്ട്. എനിക്ക് അവരുമായിട്ട് ബന്ധമുണ്ട്. മിക്കവരും സൗദി അറേബ്യയിലുണ്ട്. എന്നാൽ തേജസ്സുള്ള കർത്താവ് എന്നെയും നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ രാജകീയ പൗരോഹിത്യം പ്രാപിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എനിക്ക് അവർക്ക് ഈ ലോകത്തിലെ മതപൗരോഹിത്യമാണെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് എനിക്ക് രാജകീയ പൗരോഹിത്യം എന്റെ കർത്താവ് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിന്നീട് എനിക്ക് പഠിക്കാൻ പറ്റാതെ അവിടെ സ്ഥാപനം തുടരാൻ പറ്റാതെ വന്നു. വീട്ടിലും നാട്ടിലും വലിയ പ്രശ്നമായി തോന്നുന്നു. ചുരുക്കം വാചകങ്ങളിൽ ഞാൻ പറയട്ടെ, വലിയ പ്രതികൂലത്തിനകത്തായി. വീട്ടിനകത്തൊന്നും വലിയ പ്രശ്നം ഉണ്ടായി. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു പെന്തക്കോസ്ത് സഭാ ഹാളിൽ ചെന്ന് കയറുന്നത് എന്റെ നാട്ടിൽ നിന്ന് വളരെ ദൂരെ ഒരിടത്താണ്. അവിടെ ചെന്നിരുന്ന ആദ്യത്തെ സഭായോഗത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ അതൊരു ക്രമീകരണമില്ല, പരിചയമില്ല, അറിവില്ല, ചെറിയ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ചെന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അന്ന് വായിച്ച സങ്കീർത്തനം 46-ാം സങ്കീർത്തനമാ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, അവർ കഷ്ടങ്ങളിലേറ്റവും അടുത്ത തുണയാണ് എന്നുള്ള സന്ദേശം എന്നെ സ്വാധീനിപ്പാനിടയായി തീർന്നു. പിന്നീട് 2 ആഴ്ച അവിടെ കൂട്ടായ്മയ്ക്ക് പോയപ്പോഴേക്ക് അവിടുത്തെ ജനമിളകി, അവിടെ പ്രശ്നമുണ്ടായി. കാരണം എന്നെ കണ്ടവരും പരിചയക്കാരും ആ ദേശത്തുണ്ട്. ഞാൻ പ്രത്യേക യൂണിഫോമിൽ തലപ്പാവ് ധരിച്ച് നടന്ന ഒരു കാലമുണ്ടല്ലോ. അവിടുത്തെ അതേ ആളുകൾ എന്നെ അറിയിക്കുകയും എന്റെ വീട്ടുകാരെ അറിയിക്കുകയും പ്രശ്നം ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് ശക്തമായ പ്രതികൂലം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ എന്നെ സ്നേഹിക്കുന്ന പരിചയസമ്പന്നനായ ഒരു പിതാവിനോട്, ആ കൂട്ടായ്മയിൽ ജസ്റ്റ് ബന്ധമുള്ള ഒരു പിതാവിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം ലോകത്ത് മാറ്റപ്പെട്ടു. വിശുദ്ധനായ ഒരു മനുഷ്യൻ. എന്നെ ഒരിടത്തേക്ക് അദ്ദേഹം മാറ്റി താമസിപ്പാൻ ക്രമീകരണം ചെയ്തു. ഒരു രാത്രിയിൽ KSRTC ബസ് കയറിയിട്ട് എറണാകുളം ജില്ലയിലെ ആഴകത്തുള്ള ഇമ്മാനുവേൽ ഓർഫനേജില് ഒരു അന്തേവാസിയായി അദ്ദേഹം എന്നെ കൊണ്ടുവിട്ടു. ഓർക്കുക, ദൈവം വിശ്വസ്തനാണ്. അദ്ദേഹത്തിന്റെ ബസ് ഫെയർ കഴിഞ്ഞിട്ട് അന്ന് 2099 അവസാനത്തേതിൽ 20 രൂപ പോക്കറ്റിൽ ഉണ്ടായിരുന്നതിന്റെ കയ്യിൽ തന്നിട്ട് ആ ഭക്തനായ മനുഷ്യൻ ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ മക്കളെല്ലാം ദൈവകൃപയിലാണ്. ഇങ്ങനെ പറഞ്ഞു, എന്റെ കയ്യിൽ 20 രൂപ ബാലൻസ് ഉണ്ട്, എന്നാൽ നിന്നെ വിളിച്ച യേശു നിനക്ക് മുഴുവൻ ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കരുവ് സ്തോത്രം ചെയ്യട്ടെ. എന്റെ കണ്ണുകൾ ഈ സാക്ഷ്യം പറയുമ്പോൾ നിറയും. കാരണം ഈ 27 വർഷം ഈ യേശുമായി നടത്തി എന്റെ ഒരാവശ്യത്തിന് മുട്ടുവന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ, നിങ്ങൾ ചഞ്ചലപ്പെടുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ട്. യേശു കർത്താവ് വിശ്വസ്തനാണ്, അവൻ നടത്തുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം വർദ്ധിക്കട്ടെ. അവന്റെ കാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം 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 ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അങ്ങനെ ആ കർത്താവ് എന്നെ നടത്തി. ഓർഫനയിലായിരിക്കുമ്പോൾ ദൈവം തന്ന വെളിപ്പാടിന്റെ അടിസ്ഥാനത്തില് തിരുവെഴുത്തുകളെ പഠിച്ച് ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് വിശ്വാസജ്ഞാനം സത്യമാണെന്ന് എനിക്ക് ബോധ്യം വരികയും
ഹല്ലേലൂയ. ഞാന് വിശ്വാസജ്ഞാനം സ്വീകരിപ്പാനായിട്ട് സമർപ്പിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൽപ്പന 2000 ഫെബ്രുവരി 1 ജലത്തിൽ കർത്താവിന്റെ സാക്ഷിയായി ഞാന് യേശുവിന്റെ നാമത്തില് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ സ്തോത്രം സാക്ഷിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്നാനത്തോടുള്ള ബന്ധം വന്നപ്പോൾ ഒത്തിരി സംശയങ്ങളുണ്ടായി, ഒത്തിരി കാര്യങ്ങളുണ്ടായി. എന്നാൽ ഞാൻ അന്ന് രണ്ടാമതൊരു ലെക്ചർ കാളോഫോബിൽ എഴുതുമ്പോൾ എനിക്കൊരു പുസ്തകം അയച്ചു. ആ പുസ്തകത്തിന്റെ പേരാണ് നിർമ്മല സുവിശേഷത്തിന്റെ മാർമിക രഹസ്യങ്ങൾ. അതിങ്ങനെ വായിക്കാം. തഅലീഖാത്തും ഫി അസ്റാറിൽ ഇൻജീൽ, ഇൻജീലിന്റെ സുവിശേഷത്തിന്റെ മാർമിക രഹസ്യം, അല്ലെങ്കിൽ നിർമ്മല സുവിശേഷത്തിന്റെ മാർമിക രഹസ്യങ്ങൾ. അത് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇടയായി തീർന്നു. അതില് എന്റെ സംശയങ്ങളെല്ലാം തീർത്ത ആൻസർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിലിങ്ങനെ പറയുകയാണ്, സ്നാനം എന്നത് കർത്താവ് പഠിപ്പിച്ചതാണ്, അപ്പോസ്തലിക ഉപദേശമാണ്, അത് ഇതിന്റെ വചനത്തിന്റെ വ്യവസ്ഥയാണ് എന്നതിനെ ബോധ്യപ്പെടുത്തുകയും ഇയാളും മനസ്സിലാക്കണം. അന്നസാദ സത്യമായത്, ഉൽ മുഖ്താറ ശരിയായ അഭിപ്രായം, യേശുവിന്റെ സച്ചരിതരായ അനുയായികൾ വെള്ളത്തിന് മുങ്ങിയ സ്നാനമാണ് കൊടുത്തതെന്ന് വ്യക്തമായ വെളിപ്പാടിലൂടെ വചനത്തിൽ അവരെന്നെ പഠിപ്പിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവരിങ്ങനെ പറയുകയാണ്, കമായുക്രു, നാം വായിക്കുന്നത് പോലെ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുന്നത് പോലെ. അവിടെ എന്താണ്? അവിടെ നമ്മൾ വായിക്കുന്നത് ധാരാളം വെള്ളം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് വായിച്ച് മാത്രമല്ല, എത്യോപ്യയിലെ സുൽത്താൻ, അറബിക്കാരൻ സുൽത്താൻ എന്ന് പറയുമ്പോൾ മന്ത്രി, രാജാവ് സ്നാനമേൽക്കുമ്പോൾ അവരെ ഇരുവരും വെള്ളത്തിലിറങ്ങി എന്നുള്ള വാക്യമൊക്കെ വായിച്ച് എന്നെ ബോധ്യപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വാസജ്ഞാനം സ്വീകരിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് വലിയ പ്രതികൂലത്തില് ദൈവം എന്നെ ജയോത്സവമായി നടത്തി. ഹല്ലേലൂയ. ആരും സഹായത്തിനില്ലെങ്കിലും അതെ, എന്റെ സഹായകൻ ആകാശം ഭൂമി ഉണ്ടാക്കിയ കർത്താവ് ജയോത്സവമായി എന്നെ നടത്തുവാനിടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്ന് തിരുവെഴുത്തുകളെ പഠിപ്പാൻ എനിക്ക് അവസരം ഉണ്ടാകുകയും കർത്താവിന്റെ വചനം ഒരു സെമിനാരിൽ ചേർന്ന് പഠിച്ച് കർത്താവിന്റെ വേലയ്ക്കായി ഞാൻ ഇറങ്ങി വരികയും ചെയ്തു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന ഒരു കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിൽ എത്രയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങൾ എന്നെ മുന്നോട്ട് നടത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പലപ്പോഴും പല ആവശ്യങ്ങളിൽ, പല വിഷയങ്ങളിൽ ഞെരുങ്ങിക്കൊണ്ടും കണ്ണുനീരിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും കർത്താവിന്റെ ദയ എന്റെ മേൽ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വിവിധ വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കുകയും വിവിധ വ്യക്തികളോട് ദൈവം ഇടപെടുകയും ഹല്ലേലൂയ അനേക വിശുദ്ധന്മാരായ ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ കർത്താവിനെ മുന്നോട്ട് നടത്തി. ഹല്ലേലൂയ. ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം ജീവിക്കുന്നു. ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്നു. അതെ, കർത്താവ് ഏലിയാവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ യാത്ര ചെയ്ത് കെരീത്തിൽ ഒളിച്ചിരിക്കണം, അവിടെ നിനക്ക് ആഹാരം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. എന്റെ ഓരോരോ കാര്യങ്ങൾക്കും തമ്പുരാൻ കൽപ്പിച്ചയച്ച ആളുകൾ ആ സമയത്ത് എഴുന്നേറ്റ് വന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഓർക്കുക, ഭൂലോക ചരിത്രത്തിൽ കാക്ക തട്ടിപ്പറിച്ചെടുക്കുന്ന ജീവിയാണ്. കാക്ക അങ്ങനെ ആർക്കും ഒന്നും കൊടുത്ത ചരിത്രമില്ല. എന്നാൽ ഇതാ പ്രാർത്ഥിക്കുന്ന ഏലിയാവിന് വേണ്ടി ഈ കാക്കയെ അനുകൂലമാക്കി ഒരു ദൂത് ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥിക്കുന്ന പക്ഷം നിനക്ക് വിരോധമായുള്ള ചില ദൈവം അനുകൂലമാക്കും. ദൈവത്തിന് ആരെ അനുകൂലമാക്കും? അങ്ങനെ അത്ഭുതകരമായി ദൈവം നടത്തുവാനിടയായി തീർന്നു. തുടർന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഇടയായി തീർന്നു. എന്റെ ബാച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് ഹല്ലേലൂയ ഫാമിലി ആയ അറബിക് സെമിനാരിലെ ബാച്ച് ഒക്കെ ഫാമിലി ആകുന്ന സമയത്ത് കർത്താവ് ഹല്ലേലൂയ നേരോടെ നടക്കുന്നവർക്ക് നന്മ മുടക്കാത്ത കർത്താവ് എന്നെയും കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിൽ നാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടും. കർത്താവിന്റെ നാമത്തിൽ യഹൂദ പെൺകുട്ടിയായ മറിയ ഒരു തീരുമാനമെടുത്തു. അതെ, മറിയ ഇങ്ങനെ ദൂതനോട് പറഞ്ഞു, ഹല്ലേലൂയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, എന്റെ നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഭാവി എന്താകുമെന്ന് ഓർക്കാതെ, ഹല്ലേലൂയ, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കാതെ, യേശുവിന്റെ വാക്കിന് അതെ സ്തോത്രം അഭിമാനത്തിന് വില കൽപ്പിക്കാതെ യേശുവിന്റെ വാക്കിന് മറിയ വില കൊടുത്തപ്പോൾ മറിയക്ക് വേണ്ടി സ്വർഗം ഇടപെട്ടതുപോലെ ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് വരെയും നിലനിൽപ്പാൻ ദൈവം സഹായിച്ചു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അലക്സ്, അലൻ. മൂത്തയാള് BSc സെക്കൻഡ് ഇയർ കഴിയാൻ പോകുന്നു. കൃപയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിലായിരിക്കുന്നു. രണ്ടാമത്തെ മകൻ അലൻ
അവനും ദൈവകൃപയില് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പ്രാർത്ഥനയോടെ +2 പഠിച്ച് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്റെ വൈഫിന്റെ പേര് ഷാഹിന, വൈഫിന്റെ മാതാവ് ഞങ്ങളുടെ മധ്യയുണ്ട്. അങ്ങനെ കുടുംബമായി കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ എളിയ രീതിയിൽ എന്നാൽ ആവുന്നത് പോലെ കർത്താവിന്റെ വേല ചെയ്യാൻ ഒരു കൊച്ചു സഭയുടെ ശുശ്രൂഷകരിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകി. തുടർന്നും നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഒരുപാട് പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ. ഇതിന്റെ ഏറ്റവും ഒടുവിലായിട്ട് ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന എന്റെ ഒരു സൈഡ് തളർന്നുപോയി, തീർത്തു സംസാരിക്കാതായി. ഞാൻ 10 ദിവസം ICUവിലായി. നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റ് വന്ന് കാണും. ലോകവ്യാപകമായി ദൈവമക്കൾ പ്രാർത്ഥിച്ചു, പവർ വിഷൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അസാധ്യം എന്ന് കരുതിയെടുത്ത കർത്താവിനെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ചു. അതിന്റെ ശേഷം ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ഷാർജയിൽ കടന്നുപോകേണ്ടിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തൻ. രോഗത്താൽ ഭാരപ്പെടുന്നവര് പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ഇത്ര വലിയ മരണത്തിന് വിടുവിക്കുന്ന ദൈവം മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തലൻ പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. ദൈവഭാഗം നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. വേഗത്തിൽ നമുക്കൊരു തിരുവെഴുത്തിലേക്ക് വരാം. സമയം ഏകദേശം 20 മിനിറ്റിലപ്പുറം കടന്നുപോയല്ലോ. നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. വടക്കേ മലബാറിലെ മുഹമ്മദീയരെ പലരും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. ദൈവകൃപയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചില വ്യക്തികളെ മുന്നോട്ട് നടത്താൻ കർത്താവ് സഹായിച്ചു. വിശേഷിച്ചാൽ 2017 കാലഘട്ടത്തിൽ ഒരു വെറ്റിനറി ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ സലാം എന്നാണ്. അദ്ദേഹം സൂം മീറ്റിംഗില് പരിചയപ്പെട്ട് പിന്നീട് കണക്ഷനായി ഞങ്ങളെ ചർച്ചിൽ വന്ന് അദ്ദേഹം ദൈവകൃപ അനുഭവിപ്പാനും സ്നാനം സ്വീകരിപ്പാനും ഇടയായി തീർന്നു. ഇങ്ങനെ കർത്താവിന്റെ പേരിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ എളിയവനായ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. ഹല്ലേലൂയ. പലപ്പോഴും പ്രാണഭയത്തിലായിട്ടുണ്ട്, പലപ്പോഴും മരണത്തോളം പോയിട്ടുണ്ട്, പലപ്പോഴും ഒറ്റപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു നാളും കൈവിടാത്ത കർത്താവ്, ഉപേക്ഷിക്കാത്ത കർത്താവ് നടത്തുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. തിരുവഴുത്തിൽ നിന്ന് 1-2 ചിന്ത നിങ്ങൾ കേട്ടതാണ്. ഒരുപാട് പ്രസംഗം നമ്മൾ കേട്ട ഭാഗമാണ്. അല്ല, ദൈവം എന്നെ ഏൽപ്പിച്ച 1-2 ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് ആശീർവാദം പറയണമല്ലോ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പത്രോസിനെ ഹല്ലേലൂയ തേടി വരുന്ന, പത്രോസിനെ ഒരു ദൗത്യത്തിലേക്ക് നയിക്കുന്ന തിരുവെഴുത്തിന്റെ ഭാഗമാണ് നാം കാണുന്നത്. ഹല്ലേലൂയ. അതിനു മുമ്പ് പത്രോസിന് യേശുവുമായിട്ടൊരു അഭിമുഖം ലഭിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ഏറ്റുപറയിലോ ഒരു സമർപ്പണമോ ഒരു കാൽക്ക വീഴലോ ഒന്നും ഉണ്ടായിട്ടില്ല. മുമ്പ് പത്രോസിന്റെ സഹോദരൻ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പത്രോസിനെ യേശുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ യേശു ഹല്ലേലൂയ ആരാണെന്ന് തനിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഈ ഭാഗത്താണ് പത്രോസുമായിട്ട് വലിയൊരു അഭിമുഖം യേശുവിന് ലഭിക്കുന്നത്. ഓർക്കുക, കർത്താവുമായിട്ട് അഭിമുഖം ലഭിച്ചവർക്കൊക്കെ വലിയ രൂപാന്തരം ഉണ്ടായിട്ടുണ്ട്. എന്നെ എപ്പോഴും ഭയപ്പെടുത്തുന്ന, എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന, എന്റെ മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. യേശു ക്രിസ്തുവുമായിട്ട് കേവലം ഒരൊറ്റ അഭിമുഖം ലഭിച്ച ശമരിയക്കാരി സഹോദരി ഒരു പട്ടണത്തെ മുഴുവൻ നേടി എന്നുള്ളതാണ്. കർത്താവേ, എത്ര വർഷമായി യേശുവായിട്ട് എനിക്ക് അഭിമുഖം ലഭിച്ചിട്ട്, എത്ര വർഷമായി കർത്താവിനോട് സംസാരിച്ചിട്ട് ഞാൻ എത്ര പേരെ നേടി എന്നുള്ളത് എന്റെ വ്യക്തിപരമായ എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഒറ്റ അഭിമുഖം ലഭിച്ച ശമരിയക്കാരി സഹോദരി ഹല്ലേലൂയ ഒരു പട്ടണത്തെ മുഴുവൻ നേടി. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് യേശുവുമായിട്ട് കൂട്ടിമുട്ടുന്ന രംഗം, അവന്റെ പരാജയത്തിനകത്ത്, അവന്റെ പ്രതികൂലത്തിനകത്ത് ഹല്ലേലൂയ യേശുവുമായിട്ട് ഒരു അഭിമുഖം രണ്ടാമത് ലഭിക്കുകയാണ്. ഓർക്കുക, ആ പടകിനെ യേശു കണ്ടു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാണാൻ കൊള്ളാവുന്നതും ഭംഗിയുള്ളതും നല്ലതുമായ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിലുണ്ടായിട്ടും ശ്രേഷ്ഠതയുള്ളതുണ്ടായിട്ടും നമ്മെ തമ്പുരാൻ കണ്ടു എന്നുള്ളത്, യോഗ്യതയില്ലാത്ത അർഹതയില്ലാത്ത എന്നെ നിങ്ങളെ കർത്താവ് കണ്ടു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ വിളിച്ചു. ഇന്ന് ഈ രാത്രിയിൽ ദൂതങ്ങൾക്ക് ദൈവത്തിലെ ആർക്കും ബോധിച്ചിട്ടില്ലേലും, ആരും നമ്മളെ ഉൾക്കൊള്ളുന്നില്ലേലും ഓർക്കുക, തമ്പുരാന് ബോധിച്ചുകൊണ്ടാണ് നമ്മൾ വിളിച്ചത്. ഇതൊരു സ്വർഗീയ വിളിയാണ്. ഇതൊരു വലിയ ദൈവത്തിന്റെ ഇടപെടലാണ്. രക്ഷ വളരെ വലിയതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പത്രോസിനെ കാണും.
മീൻ പിടിക്ക് പടകിൽ നിറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെ യേശു കണ്ട് ആ പടകിൽ യേശു കയറുകയാണ്. ഹല്ലേലൂയ. ഉടനെ കർത്താവ് ഒരു ക്രമീകരണം പറയുന്നു, അല്പം നീക്കണമെന്ന്. തന്നെ സ്നേഹിക്കുന്നവര്, തന്റെ അടുക്കൽ വരുന്നവരോട് ക്രമീകരണം പറയുന്ന ഒരു കർത്താവ്. ഒരു ദൂത് ഞാൻ പറയട്ടെ, കർത്താവ് എന്ത് ക്രമീകരണം പറഞ്ഞാലും അതനുസരിച്ചാൽ വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു വിടുതലാണ്. കർത്താവ് പറയുകയാണ്, അല്പം നീക്കണം. ജീവിതത്തിന്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അല്പം ക്രമീകരണം ആവശ്യമാണെന്ന് പ്രാർത്ഥനാമുറിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ക്രമീകരിക്കുക. വലിയൊരു നിറവിന്റെ അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അല്പം നീക്കണം. ഹല്ലേലൂയ. കർത്താവ് ക്രമീകരണം പറയുന്നത് അടുത്ത് ചെല്ലുന്നവരാണ്. അടുത്ത് ചെല്ലുന്നവരോട് മാത്രമാണ് കർത്താവ് ക്രമീകരണം പറയുന്നത്. നമുക്ക് പഴയ നിയമത്തിൽ കാണാം, പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ തന്റെ കാഴ്ച കണ്ടിട്ട് അടുത്ത് ചെല്ലുന്ന മോശയോട് സ്വർഗത്തിലെ ദൈവം ക്രമീകരണം പറയുന്നു. ഇത് രാത്രി ദൈവത്തിന്റെ വചനം ഇടപെടുന്നു. ശൂന്യത മാറുവാൻ, നിറയുവാൻ, പങ്കുവെക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാകുവാൻ, അതെ അവനെ അനുഗമിക്കുന്നതിന്റെ ശക്തി കൂടുവാൻ, അതെ ചില ക്രമീകരണങ്ങളോട്, ചില അനുസരണത്തോട്, അവന്റെ വചനത്തിന് വില കഴിപ്പിച്ചുകൊണ്ട്, അവന്റെ ദൂതുകൾ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ ഇഷ്ടം ചെയ്ത ശുശ്രൂഷകരായി നമുക്ക് മാറാം. ഹല്ലേലൂയ. നമുക്കതുപോലെ കർത്താവ് ക്രമീകരണം പറയുന്നത് മറ്റൊരിടത്ത് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ചില വചനങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, 2-ാം വാക്യം, അവിടെ ഹല്ലേലൂയ മോശ ദൈവത്തിന്റെ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു. അവിടെ മുൾപ്പടർപ്പ് കത്തുന്നത് മോശ കണ്ടു. ഓർക്കുക, ആ കാഴ്ച കണ്ടപ്പോൾ മോശ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഈ വലിയ കാഴ്ച എന്തെന്ന് നോക്കേണ്ടതിന് ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയട്ടെ. ദൈവത്തെ ആരാധിക്കുന്നത്, സുവിശേഷ വേല ചെയ്യുന്നത്, കർത്താവിന് സാക്ഷിയായിരിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആരാധന വലിയതാണ്, വിശ്വാസം വലിയതാണ്. അതിനെ വലുതായി കാണണം. മോശ ഇങ്ങനെ പറഞ്ഞു, ഈ വലിയ കാഴ്ച, കുടുംബ പ്രാർത്ഥന വലുതാണ്. ഹല്ലേലൂയ. വലിയതായ ആരാധനയെ കാണുവാൻ, ദൈവസ്ഥാനത്തെ കാണുവാൻ നമുക്ക് കഴിയണം. ഈ വലിയ കാഴ്ച. അങ്ങനെ അടുത്ത് ചെല്ലുന്ന മോശയോട് തമ്പുരാൻ ക്രമീകരണം പറയാൻ തുടങ്ങി. ഓർക്കുക, ദൈവം എല്ലാവരെയും വിളിക്കുന്നു, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്നാൽ തന്റെ അടുക്കൽ വരുന്നവരോട്, താൻ തിരഞ്ഞെടുക്കുന്നവരോട് ദൈവം തന്നെ ക്രമീകരണം പറയുന്നു. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കർത്താവേ, ഇന്ന് വരെ നീ പറഞ്ഞ എല്ലാ ക്രമീകരണത്തിനായി നന്ദി, എല്ലാ വിടുതലിനായി നന്ദി, എല്ലാ അനുഗ്രഹത്തിനായി നന്ദി. ഹല്ലേലൂയ. മോശ നോക്കാനായിട്ട് ചെന്നപ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, മോശേ, ഹല്ലേലൂയ, നിന്റെ മിസ്രയീമിലെ ചില അനുഭവങ്ങൾ മാറ്റിക്കളഞ്ഞ് നീ എന്റെ അടുക്കൽ വരണം. നീ നിൽക്കുന്ന വിശുദ്ധ സ്ഥലമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ചെരിപ്പഴിക്കുവാനും വടി താഴെ ഇടുവാനും മോശയോട് പറയുകയാണ്. മോശയ്ക്ക് അന്ന് മനസ്സിലായ ഒരു സത്യമുണ്ട്. ഞാൻ ഒരുപാട് തീ ആട് മേയ്ക്കുമ്പോ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാട്ടുതീ മോശ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ തീ അങ്ങനെയുള്ള തീയല്ല. ഇത് പേര് വിളിക്കുന്ന തീയാണ്, ഇത് ശുദ്ധീകരിക്കുന്ന തീയാണ്. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയട്ടെ, പ്രയറിൽ കേൾക്കുന്ന വചന സന്ദേശം വെറുതെ വിട്ടുകളയരുത്. ഇത് നിന്നെ ശുദ്ധീകരിക്കുന്നതാണ്, ഇത് മാറ്റം വരുത്തുന്നതാണ്, ഇത് പണിയപ്പെടുന്നതാണ്, ഇത് ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയ്ക്ക് അന്ന് മനസ്സിലായി, ഇത് കേവലം ഒരു തീയല്ല. ഒരുപാട് തീ ലോകത്തിലുണ്ട്, ഒരുപാട് ആരാധന ലോകത്തിലുണ്ട്, ഒരുപാട് പള്ളി ലോകത്തിലുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് ആരാധന എന്ന് പറയുന്നത് വേറിട്ടൊരു അനുഭവമാണ്. അത് പേര് വിളിക്കുന്ന തീയാണ്. അവിടെ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ ക്രമീകരണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അടുത്ത് ചെല്ലുകയാണ്. ഇവിടെ പത്രോസ് ക്രമീകരണം ഏറ്റെടുത്തപ്പോൾ കർത്താവ് അവന്റെ പടകിലിരുന്ന് ജനത്തെ ഉപദേശിച്ചു. ഹല്ലേലൂയ. പിന്നീട് പത്രോസിനോട് പേഴ്സണലായിട്ട് കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി ഹല്ലേലൂയ വലയിറക്കും. കടലിനൊരാഴമുണ്ട്, പത്രോസിനൊരാഴമുണ്ട്, സാത്താന് ചില ആഴങ്ങളുണ്ടെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. ഇന്ന് പകൽ സാത്താന്റെ ആഴങ്ങളല്ല നാം അറിയേണ്ടത്, ദൈവത്തിന്റെ വചനത്തിന്റെ ആത്മീയ സത്യങ്ങളുടെ ആഴങ്ങളാണ്. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം 2:24, സാത്താന്റെ ആഴങ്ങൾ അറിയാത്തവരോട് വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഓർക്കുക, സാത്താനും ചില ആഴങ്ങളുണ്ട്. ഇന്ന് രാത്രി സാത്താന്റെ ആഴങ്ങളല്ല, സാത്താന്റെ കണികളല്ല, വചനത്തിന്റെ ആഴത്തിലേക്ക്, വചനത്തിന്റെ ആത്മീയ സത്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഹല്ലേലൂയ. പത്രോസിന്റെ ശൂന്യത മാറ്റിയ 3 കാര്യം. ഒന്ന്, അവൻ യേശുവിന്
ആ ക്രമീകരണം അനുസരിച്ചു അനേക ആളുകൾ കർത്താവിന്റെ അടുക്കൽ വരുന്നു. പക്ഷെ ക്രമീകരണം പറയുന്നത് ഇഷ്ടമല്ല, ക്രമീകരണം കേൾക്കാൻ ഇഷ്ടമല്ല, ക്രമപ്പെടാൻ ഇഷ്ടമില്ലാതെ മടങ്ങി പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയട്ടെ, തമ്പുരാൻ എന്ത് ക്രമീകരണം പറഞ്ഞാലും അതനുസരിക്കുന്ന പക്ഷം വലിയ അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് പത്രോസ് ഉള്ള അവസ്ഥ യേശുവിനോട് പറയുകയാണ്, നാഥ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഇന്ന് രാത്രി ഒരു ദൂത്, നമുക്കറിയാവുന്ന ദൂതാണ്. നമ്മുടെ ഉള്ള അവസ്ഥ തുറന്നു പറയുവാൻ യേശുവിനെ പോലെ മറ്റാരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഉള്ള അവസ്ഥ പത്രോസ് തുറന്നു പറഞ്ഞു. ഒന്ന്, ദൈവം പറയുന്ന ക്രമീകരണങ്ങള്, പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് നിയോഗങ്ങൾ നാം അനുസരിക്കുക. രണ്ട്, കർത്താവിന്റെ വാക്കിന് നാം വില കൽപ്പിക്കുക. മൂന്ന്, ഉള്ള അവസ്ഥ കർത്താവിനോട് പറയുക. രാത്രി മുഴുവനും അധ്വാനിച്ചു. ഓ ഹല്ലേലൂയ. ഹെർമോൻ മലകളിൽ ചുണ്ണാമ്പുതിരകൾ പർവ്വതത്തിൽ കൂടെ തട്ടി ഒഴുകി വരുന്ന ഈ ഗനേസരെ തടാകಕ್ಕೆ തിബരിയാസ് കടലിലെ വെള്ളത്തിന് അതിനകത്തൂടെ ചൂടുള്ള ഒരു ഉറവ പ്രവഹിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഉറവ പോകുമ്പോൾ പെരുത്തൊരു മീൻകൂട്ടം അതിനെ കൂടെ പോകാറുണ്ട്. പത്രോസിന് അനുഭവ സമ്പത്തുണ്ടേലും പാരമ്പര്യം ഉണ്ടേലും ഒരുപാട് പരിചയം പ്രവൃത്തിയിലുണ്ടെങ്കിലും യേശു അറിയുന്ന ആഴങ്ങളൊന്നും പത്രോസിന് അറിയത്തില്ല. കാരണം പത്രോസ് മനുഷ്യനാണ്, യേശു ദൈവമാണ്. അപ്പൊ ഒരു പെരുത്ത മീൻകൂട്ടം പാസ് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്, ചില സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ രാത്രി മുഴുവനും നടന്നില്ല. ഹല്ലേലൂയ. അതാ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ ഉടയവൻ, നമ്മുടെ ഭാവി അറിയുന്നവൻ, നമ്മുടെ ഫീൽഡ് അറിയുന്നവൻ, നമ്മുടെ തലമുറകളെ അറിയുന്നവൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഭാവിയെ കുറിച്ച് ആകുലപ്പെടേണ്ട. നിന്റെ ഭാവിയെ കുറിച്ച്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ച് നന്നായി അറിയുന്ന ഒരു യേശുവുണ്ട്. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ. ഹല്ലേലൂയ. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാൻ പത്രോസ് തയ്യാറായി. അനുഭവ സമ്പത്ത് പരാജയമാണ്. ഹല്ലേലൂയ. പാരമ്പര്യവും അനുഭവ സമ്പത്തും ഒരുപാട് പത്രോസിനുണ്ടെങ്കിലും അതെല്ലാം പരാജയപ്പെട്ട ആ രാത്രിയിൽ യേശുവിന്റെ ഇടപെടൽ പത്രോസിനെ ഒത്തിരി സ്വാധീനിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പൊ സൂര്യൻ ഉദിച്ചു, വെളിച്ചമായി. സാധാരണ ഗതിയിൽ വല ഇങ്ങോട്ട് എറിയുമ്പോൾ ഈ വലക്കകത്ത് പത്രോസിന്റെ നിഴലും കൂടി കാണും. ഈ നിഴല് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നിൽക്കുന്നത് പോലെ തോന്നുന്നത് കൊണ്ട് ഒരു മീനും കയറത്തില്ല. കർത്താവെ, എനിക്കറിയാം സാധ്യത ഒന്നും ഇല്ല എന്ന്. ഇന്നലെ രാത്രി ഒന്നും കിട്ടിയിട്ടില്ല. അതേ കടലിൽ, അതേ തടാകത്തിൽ, അതേ പടലൊന്നും നടക്കാൻ പോകുന്നില്ല. എങ്കിലും നിന്റെ വാക്ക് ഒന്ന് മാത്രമാണ്. ഞാനിപ്പോൾ വലയിറക്കുന്നതിന്റെ പ്രധാന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് തീരുമാനമാണ് ദൈവവൈതല്. ചില വിഷയത്തിന്മേൽ ദൈവം ഇടപെടും. ചില ഉറവുകൾ തമ്പുരാൻ തുറക്കും. ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടും. ആരും കാണാത്തത് കാണുന്ന, ആരും അറിയാത്തത് അറിയുന്ന സർവശക്തനായ യേശു കൂടെയുണ്ട്. കടലിന്റെ ഒരു ആഴമുണ്ട്. ഹല്ലേലൂയ. സാത്താൻ ഒരു ആഴമുണ്ട്. മാനസിക തലത്തിൽ പത്രോസിന് ആഴമുണ്ട്. എന്നാൽ ഇതിനപ്പുറമായി യേശു അറിയുന്ന ഒരു ആഴമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ യേശു അറിയുന്ന കാര്യങ്ങളുണ്ട്. അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തപ്പോൾ വലിയ മീൻകൂട്ടം കയറി. ഹല്ലേലൂയ. സാധ്യതയില്ലാത്തടത്ത്, ഒരിക്കലും നടക്കാത്തിടത്ത്, ഇനി ഒരു സാധ്യതയും ഇല്ല, ശൂന്യത മാത്രം മുമ്പിലുള്ള ചിന്തിച്ചിരിക്കുന്ന പത്രോസിന് മുമ്പിൽ ഇതാ യേശുവിന്റെ വാക്ക് ഒരു വലിയ ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൻ ദൈവമാണെന്ന് തെളിയുന്നു. ഒരുപാട് വാക്യങ്ങളിൽ യേശു ദൈവമാണെന്ന്, തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവനും യേശു ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്റെ സ്നേഹിതരെ എന്നോട് എന്നും ചോദിക്കാറുണ്ട്, യേശു ദൈവമാണോ? ഹല്ലേലൂയ. ഞാൻ പറയുന്നു, വേദപുസ്തകത്തിലെ എല്ലാ വാക്യത്തിലും അവന്റെ കർത്തൃത്വം കാണാം. അവന്റെ തദ്ബീർ, അധികാര പവർ കാണാം. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്ന മുദബ്ബിറായ അഥവാ പരമാധികാരിയായ യേശുവിനെ, സർവശക്തനായ യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണെങ്കിലും കർത്താവ് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അനുഭവ സമ്പത്തിനും പാരമ്പര്യത്തിനും യോജിക്കുന്നതല്ലേലും, വർഷങ്ങളാണ് എക്സ്പീരിയൻസിന് ഇനി ഒത്തുപോകുന്നതല്ലേലും, യേശു പറഞ്ഞു എന്നുള്ള ഒരൊറ്റ അവന്റെ വാക്കിന്റെ മുമ്പിൽ ഒരിക്കൽ ശിഷ്യന്മാര് അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു, ഇവനാ
കാറ്റും കടലും തിരമാലടിക്കുന്ന ബഹർ വരെ അവന്റെ മുമ്പിൽ കീഴടങ്ങുന്നത് കണ്ടിട്ട്, അവന്റെ അധികാരത്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്നത് കണ്ടിട്ട് ഹല്ലേലൂയ ഭയപ്പെട്ടു എന്ന് വായിക്കുന്നു. ഇന്ന് പകൽ നിന്റെ ശരീരത്തിന്റെ മേൽ, നിന്റെ വിഷയത്തിന്റെ മേൽ, നിന്റെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ, നിന്റെ നിയമപരമായ വ്യവഹാരത്തിന്റെ വിഷയത്തിൽ, നിന്റെ ബിസിനസിന്റെ കാര്യത്തിൽ, നിന്റെ തലമുറയുടെ ഭാവികളുടെ മധ്യത്തിൽ അധികാരമുള്ള യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. അവിടെ നിന്ന് അത്ഭുതങ്ങൾ ചെയ്യും. അവിടെ നിന്ന് മുദബ്ബിറുൽ ആലമ, ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ്. യേശു കർത്താവിന്റെ ശിഷ്യനായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായ പതിവാണ്. ഒരാൾ യഥാർത്ഥ തദ്ബീർ അഥവാ അധികാരമുള്ളതാണെന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ ഏത് കോണിൽ നീ ആയിരുന്നാലും തന്റെ ശിഷ്യനെ കാണുവാനും ആ ശിഷ്യനെ നിയന്ത്രിക്കുവാനും ആ ശിഷ്യന് ആവശ്യമായ ഗൈഡൻസ് കൊടുക്കുവാനും കഴിവുള്ളവനാണ് യഥാർത്ഥ ഗുരു. അത് യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിനെയാണ് നാം തദ്ബീർ എന്ന് അറബിക്കാരൻ പറഞ്ഞത്. പരമാധികാരം അത് യേശുവിനുണ്ട്. ഇന്ന് രാത്രി ഉറച്ച വിശ്വാസം ഉണ്ടാകട്ടെ. യേശുവിനെ നിയന്ത്രിക്കാൻ കഴിയും, യേശുവിനെ നടത്താൻ കഴിയും, യേശുവിനെ പരിപാലിക്കാൻ കഴിയും, യേശുവിന് ആനന്ദിക്കത്തക്ക രീതിയിൽ, സന്തോഷിക്കത്തക്ക സ്തുതി മാറ്റുവാൻ കഴിയും. നമ്മെ തന്നെ താഴ്ത്തി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവർ അങ്ങനെ ചെയ്തപ്പോൾ, അത് ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ, കർത്താവിന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ, കർത്താവെ ഞാനൊരു പരാജയമാണെന്ന് പത്രോസ് സമ്മതിക്കുമ്പോൾ, അവന്റെ പടകിൽ അതാ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. അവരെ ശൂന്യത മാറുകയാണ്. അവരെ പ്രതിസന്ധിക്കകത്ത് ഒരു ദൈവത്തിന് ഇടപെടൽ ഉണ്ടാവുകയാണ്. ഇത് രാത്രിയിൽ ഏതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മടുത്തുപോയി ഇനി സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ഏത് സമയത്തും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ചു കൊണ്ടിരുന്നാട്ടെ. ദൈവത്തിന് അത്ഭുതമായ ഇടപെടൽ ഉണ്ടാകാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവം പത്രോസിനെ ഒത്തിരി സ്വാധീനിച്ചു. ആഴമേറിയ ഭാവബോധം ഉണ്ടായി. ഹല്ലേലൂയ. പങ്കുവെക്കുന്ന അനുഭവത്തിലേക്ക് പത്രോസിനെ നടത്തി. പത്രോസ് അവിടെ യേശുവിന്റെ കാൽക്കൽ വീണുകൊണ്ട്, അതാ ഞാൻ പാപിയായ മനുഷ്യനെ വിട്ടുപോകണമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് പത്രോസ് ഹല്ലേലൂയ യേശുവിന്റെ കയ്യിൽ നിന്ന് ദൗത്യം ഏറ്റെടുത്തു. മനുഷ്യരെ പിടിക്കുന്നവരാകും. ഹല്ലേലൂയ. ദൗത്യം ഏറ്റെടുത്തിട്ടും പരാജയപ്പെട്ടു പോയ പത്രോസിന് പിന്നെയും കടൽക്കരയിൽ തേടി വന്ന് സ്നേഹിച്ചിട്ട് കർത്താവ് പ്രാതൽ കൊടുത്തിട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതുഹിബ്ബൂനി മിൻ അക്സറ ഹൗലാ, നിനക്ക് ഇവയിലധികമായി എന്നോട് മുഹബ്ബത്തുണ്ടോ, സ്നേഹമുണ്ടോ? ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് ചോദിക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ള എല്ലാ നന്മകളെക്കാളും, ഭൗതിക സംവിധാനങ്ങളെക്കാളും, സ്തോത്രം, മറ്റെല്ലാ സെറ്റപ്പിനെക്കാളും നമുക്ക് യേശുവിനോട് സ്നേഹമുണ്ടോ? ചോദ്യം എന്റെ മനസ്സിൽ എപ്പോഴും മുഴങ്ങാറുണ്ട്. യേശുമിയോനെ അതുഹിബ്ബൂനി, നിനക്ക് എന്നോട് മുഹബ്ബത്തുണ്ടോ? മിൻ അക്സറ ഹൗലാ, ഈ കാണുന്ന എല്ലാറ്റിനേക്കാളും, ഇപ്പൊ പിടിച്ച മീനിനേക്കാളും, നിനക്ക് കൂടെയുള്ള സ്നേഹിതന്മാരെക്കാളും, പടകരെക്കാളും എല്ലാറ്റിനുപരി നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? 3 വട്ടം ചോദിച്ചപ്പോഴേക്ക് പത്രോസ് തകർന്നു തരിപ്പണമായി. നീ സകലവും അറിയുന്നു. അതെ, ഇന്ന് രാത്രി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ ഭാരങ്ങൾ അറിയുന്ന, നമ്മുടെ ലോണിന്റെ ഡേറ്റ് തെറ്റിയത് അറിയുന്ന, നമ്മുടെ വീടിന്റെ സാക്ഷ്യം കിട്ടാത്തത് അറിയുന്ന, നമ്മുടെ ഏറ്റവും തെറ്റി കാര്യങ്ങൾ അറിയുന്ന ഒരു യേശുവിന്റെ കാര്യങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, അവന്റെ ഇഷ്ടം ചെയ്ത ശുശ്രൂഷക്കാരായുള്ളവര് യഹോവയെ വാഴ്ത്തുവീൻ. ഓർക്കുക, എപ്പോഴാണ് വീരനാകുന്നത്? അവന്റെ വായത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ. എപ്പോഴാണ് വീരനാകുന്നത്? അത് ലോകത്തിൽ പല വീരന്മാരുമുണ്ട്. എന്നാൽ ദൈവസ്ഥത്തിൽ വീരനാകുന്നത് അവന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ. അവന്റെ ശബ്ദം കേൾക്കുന്ന ശുശ്രൂഷക്കാരായി നമുക്ക് മാറാം. നമ്മെ തന്നെ താഴ്ത്തി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തില് ഹല്ലേലൂയ യേശു ഇടപെട്ടതുപോലെ ഇന്ന് രാത്രി എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരാധനയിലും പ്രാർത്ഥനയിലും കർത്താവിന്റെ വേലിലും വർദ്ധിച്ചു വരണം. ആകിയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിന്റെ വേലിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവാൻ. പത്രോസുമായിട്ടുള്ള യേശുവിന്റെ ഇടപെടൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റൊരിടത്ത് പത്രോസിനോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. അവർ ഉറങ്ങുന്നത് കണ്ടിട്ട്, ശീമോനെ
നിനക്കും കഴിയുന്നില്ലയോ? ഇന്ന് രാത്രി ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ കൊളുത്തി വലിക്കട്ടെ. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇടപെട്ട് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഉറങ്ങട്ടെ, അന്ത്രയോസ് ഉറങ്ങട്ടെ, യൂദ ഒറ്റിക്കൊടുക്കുന്നവരാണ്, അവൻ അങ്ങനെ പോകട്ടെ. പക്ഷെ ഇത്രയും വ്യക്തിപരമായി ഞാൻ ഇടപെട്ടിട്ട്, നിന്റെ ശൂന്യത ഞാൻ മാറ്റി തന്നിട്ട്, നിന്റെ അമ്മായിയമ്മ മരണത്തോട് വെല്ലുവിളി സൗഖ്യമാക്കിയിട്ട്, നിന്നെ കരമടക്കാനില്ലാതെ ആളുകൾ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ ചോദിച്ചത് രക്ഷിച്ചിട്ട്, അതേ ബ്രഹ്മ കൊടുത്തിന്റെ കരമടച്ചിട്ട്, ഇത്രയും നന്മ നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ട് ഒരു നാഴിക പോലും എനിക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലയോ എന്ന് പേരെടുത്ത ചോദിക്കുന്ന ഒരു അനുഭവം മർക്കോസിന് സുവിശേഷം നാം അത് കാണുന്നു. ശിമോനെ, നിനക്ക് കഴിയുന്നില്ലയോ? എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വാക്യമാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കും, നമ്മുടെ ഭാഗത്ത് വലിയ ശക്തമായ ഉണർവുണ്ടാകട്ടെ, ശക്തമായ ദൈവിക പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ, ശക്തമായ പ്രാർത്ഥന ഉണ്ടാകട്ടെ. നാം നന്മ അനുഭവിച്ചവരാണ്. ഹല്ലേലൂയ. ശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ പത്രോസിനെ കുറിച്ച് പിന്നെയും കർത്താവിന്റെ കരുതല് കാണാം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് ശിഷ്യന്മാര് ഇവൻ തള്ളിപ്പറഞ്ഞതായതുകൊണ്ട് പറയുകയില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, മർക്കോസിന്റെ സുവിശേഷം 16:7 കാണാം, യേശു ഏൽപ്പിച്ച അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു എന്ന് പറവീൻ. ഇരുവെടുത്ത് പഠിക്കുമ്പോൾ പത്രോസിന് വേണ്ടി യേശുവിന്റെ പ്രത്യേക കരുതൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഞാൻ സ്തോത്രം ചില കാര്യങ്ങൾ നമ്മളോട് പറയോടെയായി തീർന്നല്ലോ. ഹല്ലേലൂയ. തിരുവെഴുത്തിൽ നമ്മൾ കേട്ടല്ലോ. നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ കർത്താവിന്റെ വാതിലിലായിരിക്കാം. സമയം അനുവദിച്ച കർത്താവിന്റെ ദാസന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ശക്തമായൊരു പ്രവർത്തനം കർത്താവിന്റെ പേരിൽ മുന്നേറുവാൻ നിങ്ങളുടെ പ്രാർത്ഥന, സ്നേഹം, കൂട്ടായ്മ, സഹകരണം ആവശ്യമാണ്. പ്രാർത്ഥിക്കണമേ. എനിക്ക് കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ 27 വർഷമായിട്ട് ഈ പട്ടണത്തിൽ വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന് വേല ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കണമേ. എന്റെ പാഠപുസ്തകവും ബൈബിളും വെക്കുവാൻ എനിക്ക് സ്വന്തമായി ഒരിടം ദൈവം നൽകി തരും. ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ, അനേകരോട് തേജസ്സുള്ള യേശുവിനെ കുറിച്ച് പറയുവാൻ, സുവിശേഷത്തിന് സാക്ഷിയാകുവാൻ, അതേ അവസാനം എനിക്ക് പറയുവാൻ കഴിയണം പൗലോസിനെ പോലെ, ഞാൻ നല്ല ഒരു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഹസൻ, ഞാൻ നല്ല യുദ്ധസേവ ചെയ്തു, എന്റെ ഓട്ടം ഞാൻ പൂർത്തീകരിച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുവാനിടയായി തീരേണ്ടതിന് നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥന വെച്ചുകൊണ്ട് എനിക്ക് ഇത്രയും സമയം വെച്ച കർത്താവദാസൻ അനീഷ് പാഷോടും ഈ ദൈവ മക്കളോട് കൂട്ടായ്മയോടും നന്ദി പറഞ്ഞു കൊണ്ടും ജോയ്സാനിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും എന്റെ വാക്കാൽ വിരമിക്കുന്നത് എന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവർ, എത്ര ശക്തമായിട്ടുള്ളൊരു സാക്ഷ്യവും എത്ര ശക്തമായ ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസൻ്റെ ആ സാക്ഷ്യം, താൻ കടന്നുപോയതായ സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ വളരെ ഉത്സാഹിപ്പിക്കുന്നതാണല്ലോ. ആക്ച്വലി ഞാൻ ഇന്നലെ ചിന്തിക്കുകയായിരുന്നു, കർത്താവിൻ്റെ ദാസൻ്റെ പേര് തന്നെ ഒരു സാക്ഷ്യമാണ്. പാസ്റ്റർ കുഞ്ഞു മൊയ്തീൻ എന്ന് കേട്ടാൽ അത് തന്നെ ഒരു സാക്ഷ്യമാണല്ലോ. നമുക്കറിയാം, മിഷണറിമാർ കേരളത്തിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളെയും മറ്റുള്ളവരെയും ഒക്കെ ക്രിസ്ത്യാനികളാക്കിയ ഉടനെ ഹിന്ദു പേരുകൾ സഹദേവനെന്നും പരമേശ്വരനെന്നും ഒക്കെയുള്ള പേരുകൾ മാറ്റി പോളെന്നും പീറ്ററെന്നും ഒക്കെ ആക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ആ പേരുകളൊന്നും മാറ്റേണ്ട കാര്യമില്ല. ആ പേര് തന്നെ ഒരു സാക്ഷ്യമാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ആ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ ആ ലഘുലേഖ കണ്ടാണ്. അത് നമ്മളെല്ലാവരും, എൻ്റെ ചെറുപ്പത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ചെറിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ മുന്നിൽ വലിയൊരു ഹൃദയത്തിൻ്റെ പടവും അതിൻ്റെ അകത്ത് പല പല മൃഗങ്ങളും ഒക്കെ, പാപത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള മൃഗങ്ങളും ഒക്കെ ഇരിക്കുന്ന അങ്ങനെയുള്ളൊരു പുസ്തകമാണല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെ ലഘുലേഖകൾ കൊടുക്കുകയും അല്ലെങ്കിൽ ഒരാളോടൊരു സാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ കർത്താവിനതൊരു വലിയ കാര്യമാക്കാനായിട്ട് സാധിക്കും. അന്ന് ആ കർത്താവിൻ്റെ ആ ദാസൻ ആ ലഘുലേഖ കൊടുത്തിട്ട് പെട്ടെന്ന് പോയ ആ സുവിശേഷകന് ഒരിക്കലും ചിന്തിച്ച് കാണത്തില്ല ഇങ്ങനെയൊക്കെ ആ ഒരു ലഘുലേഖ കൊടുത്താൽ ഇങ്ങനെയൊക്കെ അതായിത്തീരുമെന്നുള്ളത്. എന്നാൽ കർത്താവിന് ചെറിയ കാര്യങ്ങൾ കൊണ്ടും വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. പൗലോസ് പറയുന്ന പോലെ, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, എന്നാൽ അത് വളരുമാറാക്കിയത് ദൈവമത്രേ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഒരു ഇമാമാകാനായിട്ട്
പുരോഹിതനാകാനായിട്ട് പഠിച്ചതാണ്, 3.5-4 വർഷം പഠിച്ചതാണ്. എന്നാൽ ഒരു പാസ്റ്ററായി തീർന്നു. കർത്താവിൻ്റെ നിങ്ങൾ മിക്കവർക്കും അറിയാമല്ലോ, ഞാനും 4 വർഷം 4.5 വർഷത്തോളം അല്ല 4 വർഷം പഠിച്ചതാണ് പുരോഹിതനാകാൻ. എന്നാൽ കർത്താവ് പുരോഹിതനാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ നയിക്കുന്ന പാതയിലേക്ക് നമുക്ക് പോകാം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ആ ശമരിയാക്കാരി ഒരു സ്ത്രീ, അവൾ അന്ന് വരെയും ബൈബിൾ കോളേജിലും പോയിട്ടില്ല, ന്യായപ്രമാണവും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. എന്നാൽ അവൾ കർത്താവിനെ കണ്ടപ്പോൾ ആ ഏതാനും നിമിഷങ്ങൾ കൊണ്ട്, നമുക്കറിയാം, ആ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആ പട്ടണം മുഴുവൻ ആ കർത്താവിനെ സ്വീകരിച്ചെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, എത്യോപ്യ രാജ്ഞിയുടെ ആ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ, ആ ഒറ്റ മനുഷ്യൻ കർത്താവിനെ സ്വീകരിച്ച് സ്ഥാനപ്പെട്ടതാണ്. ആ ഒറ്റ മനുഷ്യൻ കർത്താവിനെ സ്വീകരിച്ചപ്പോഴത്തേക്ക് ആ രാജ്യം മുഴുവൻ, നമുക്കറിയാം, എത്യോപ്യ രാജ്യം മുഴുവൻ ഒരു സമയത്ത് ക്രിസ്ത്യാനികളായിരുന്നു. അതുകൊണ്ട് ആ ഒരു വ്യക്തിയിലൂടെ ആ ഒരു രാജ്യം മുഴുവൻ ക്രിസ്ത്യാനികളായി. പ്രിയമുള്ളവരെ, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നമ്മളിലൂടെ എത്രയോ പേര് കർത്താവിലേക്ക് വരട്ടെ. ഞാൻ 1-2 വാചകങ്ങളിലൂടെ പറഞ്ഞതിന് ശേഷം റെജി ജോസഫ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതാണ്. പത്രോസിനെ വിളിച്ച ദൈവം, മോശയെ വിളിച്ച ദൈവം നമ്മളെയും വിളിച്ചെങ്കിൽ നമുക്ക് ആ വിളിയും, പത്രോസ് പറയുന്നതല്ലേ, നമ്മുടെ വിളിയും ഉറപ്പും ഒക്കെ ആ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ ഉറപ്പാക്കിക്കൊണ്ട് ശക്തമായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കാൻ. പ്രിയമുള്ളവരെ, ദൈവം പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. എന്നാൽ കർത്താവ് പറയുന്ന, പരിശുദ്ധാത്മാവ് പറയുന്ന പലപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. പത്രോസിന്റെ ബുദ്ധിക്ക് ഒരിക്കലും നിരക്കുന്നതായ ഒരു കാര്യമല്ല കർത്താവ് പറഞ്ഞ്. പത്രോസ് ആ ഗലീല കടലിൽ ജനിച്ചു വളർന്ന ആളാണ്. ഈ നോസ് എവറിത്തിങ് അബൌട്ട് മീൻപിടുത്തത്തെ കുറിച്ച് സകലതും അറിയാവുന്ന ഒരു വ്യക്തിയാണ് പത്രോസ്. എന്നാൽ പത്രോസിന് പറയാം, ഈ മരപ്പണിക്കാരനായ ഈ കർത്താവ് എന്തോ പറയാനാ, മരപ്പണിക്കാരനായ ഈ തച്ചനായ മനുഷ്യൻ മീൻപിടുത്തത്തെ കുറിച്ച് എന്നെ എന്തിനാ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കാം. എന്നാൽ പത്രോസിന് വിനയം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ കർത്താവ് പറയുന്നത് മുഴുവനായി അനുസരിക്കുക എന്നൊരു വിനയം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ബുദ്ധിയൊക്കെ മാറ്റി വെച്ചിട്ട് ആ പരിശുദ്ധാത്മാവ് പറയുന്ന പൂർണ്ണമായിട്ടൊന്ന് അനുസരിക്കാനായിട്ട് നമുക്ക് ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് പത്രോസിനോട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, പത്രോസെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഈ എല്ലാത്തിനേക്കാളും നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയുമോ? ഇന്ന് നമ്മോടും കർത്താവ് ചോദിക്കുന്നത് അത് തന്നെയാണ്. കർത്താവിനെ എല്ലാത്തിനേക്കാളും ഉപരി ഈ കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിൻ്റെ പാത പിന്തുടരാനും നമുക്ക് കഴിയുമോ? അതിനായിട്ട് നമ്മെ തന്നെ കർത്താവിൻ്റെ മുമ്പാകെ, ഈ വചനത്തിന് മുമ്പാകെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന്, തുടർന്നും നയിക്കുന്നതിന് കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് ഈ പ്രയർ ലൈനിൽ വന്ന നമ്മുടെ തിരുവൻ സംസാരിച്ചതിൽ വളരെ സന്തോഷം. ഷിക്കാഗോ പ്രയറിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു.